നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഒരു മാലിന്യ പ്രശ്നം. അതായത് ഈ പ്രത്യേകിച്ച് ഈ കടകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും ഒക്കെ അടിഞ്ഞുകൂടുന്ന മാലിന്യം അത് കൃത്യമായ രീതിയിൽ ശേഖരിച്ച് സംസ്കരിക്കാൻ അതിൽ ആ ഒരു സംവിധാനത്തിൽ ഇപ്പോഴും ചില പിഴവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നുണ്ടായ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെയൊക്കെ അറിഞ്ഞതുപോലെ തന്നെ, അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളാനെത്തിയ കുറച്ചുപേരെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ തടയുന്നു. അത്തരത്തിൽ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അവരെ ബൈക്ക് ഇടിപ്പിച്ച് വീഴ്ത്തുന്നു. അതിലൊരു ജീവനക്കാരന് കൈക്ക് പൊട്ടലേൽക്കുന്ന തരത്തിലുള്ള ഒരു മുറിവ് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അതായത് ഇന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ വേസ്റ്റ് തള്ളാൻ വന്നത്, അതായത് അനധികൃതമായിട്ട് ഈ കടകളിൽ നിന്നൊക്കെ വേസ്റ്റ് ശേഖരിച്ച് ഇത്തരത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്ന സംഘം ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. അതായത് അനധികൃതമായി കടകളിൽ നിന്നും വേസ്റ്റ് വാങ്ങിക്കുന്നു, വേണ്ട രീതിയിൽ സംസ്കരിക്കാമെന്ന് കടക്കാർക്ക് ഉറപ്പ് നൽകുന്നു. പക്ഷേ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്ന സംഘം നഗരത്തിൽ വ്യാപകമാകുന്നു എന്നാണ് ഇന്നത്തെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആശുപത്രികൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് അനധികൃതമായിട്ട് മാലിന്യം ശേഖരിച്ച് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘം തള്ളുന്നത്. മാത്രമല്ല, ഇവർ പ്രവർത്തിക്കുന്നത് വെറും കൈയോടെയല്ല, ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കമ്പിപ്പാര, വടിവാള് തുടങ്ങിയ മാരകായുധങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘം നഗരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സംഘത്തിന്റെ ആക്രമണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വന്നത്. ഇന്ന് മലയാളി വാർത്ത ഈ ആക്രമണം ഉണ്ടായ സമയത്ത് ആക്രമണത്തിന് ഇരയായ വ്യക്തിയോടും ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. രണ്ടുപേരും പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, 2 ആക്രമണങ്ങളിൽ നിന്നും ജീവൻ പോകാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഇരുവരും മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ശ്രീ ഗണേഷ് കഫറ്റീരിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച വേസ്റ്റ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് ഇന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ കൊണ്ടുപോയി ഈ സംഘം തള്ളാൻ ശ്രമിച്ചത്. അത്തരത്തിൽ തള്ളാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുട്ടിന്റെ മറവിലാണ് അവർ ആ ഒരു പ്രവർത്തനം നടത്താൻ തുനിഞ്ഞത്. അതായത് ഏകദേശം ഒരു പകൽ, അതായത് അതിരാവിലെ 4 മണി ആ ഒരു സമയത്താണ് ഈ സംഘം ആമയിഴഞ്ചാൻ തോട്ടിൽ എത്തുന്നത്. ശേഷം ഇവിടെ നിന്ന് ശേഖരിച്ച മാലിന്യം അവിടെ തള്ളാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഈ കാഴ്ച കാണുന്നു. അവർ അതിനെ തടയാൻ ശ്രമിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു, അവിടേക്ക് വരുന്നു. ഈ ഒരു സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇവർ ആക്രമണം നടത്തുകയായിരുന്നു. അതായത് അവരെ ആ ഒരു സ്പോട്ടിൽ നിന്നും, അതായത് ഈ ബൈക്ക് ഇടിപ്പിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോകുക, രക്ഷപ്പെടുക, അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ബൈക്ക് ഇടിപ്പിച്ച് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ച ശേഷം ഈ സംഘം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും നിർണായകമായ നടപടി ഉണ്ടാകുന്നു. അതായത് ഈ ശ്രീ ഗണേഷ് കഫറ്റീരിയ എന്ന ഈ ഒരു സ്ഥാപനം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂട്ടി സീലൊക്കെ പതിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പെട്ടെന്ന് തന്നെ ഒരു നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ തിരുവനന്തപുരം മേയർ വി രാജേഷ് ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇതുപോലെ ഇപ്പോൾ ഈ ചുറ്റുപാടുമുള്ള കടകളിൽ നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, കോർപ്പറേഷൻ തക്കതായ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ കടകളിലൊക്കെ വേസ്റ്റ് ഉണ്ടാകുക സ്വാഭാവികമാണ്. ഈ വേസ്റ്റ്, അതായത് ഇപ്പോൾ ആഹാരത്തിന്റെ വേസ്റ്റ് ആയാലും തേയിലക്കൊത്ത് പോലുള്ള വേസ്റ്റ് ആയാലും പ്ലാസ്റ്റിക്, ഇതെല്ലാം ശേഖരിക്കാൻ കോർപ്പറേഷനിൽ നിന്നും ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെത്താറുണ്ട്. ഈ ചുറ്റുപാടുള്ള കടകളിൽ നിന്നൊക്കെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരാണ് വേസ്റ്റുകൾ ശേഖരിച്ച് അവർ വേണ്ട രീതിയിൽ കോർപ്പറേഷൻ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് എല്ലാ കടകളും ഇവിടെ വേസ്റ്റ് മാലിന്യം അല്ലെങ്കിൽ അത് ശേഖരിക്കാൻ ആള് വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതുപോലെ, അതായത് ഇന്ന് ഈ നടപടി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു സീല് വെച്ച് പൂട്ടിയിടൽ നേരിടേണ്ടി വന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ചിലരൊക്കെ കോർപ്പറേഷൻ അല്ലാതെ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് ഈ ഒരു വേസ്റ്റ് സ്വീകരിക്കാനുള്ള ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് വേസ്റ്റ് ശേഖരിക്കാനുള്ള
ഒരു അവരോട് സഹായം തേടുന്നു, അല്ലെങ്കിൽ അവർക്ക് നൽകുന്നു, അവരിത് എങ്ങനെ എവിടെ കൊണ്ടുപോകുന്നു, എവിടെ ഉപേക്ഷിക്കുന്നു എന്നത് അന്വേഷിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്നതിന് ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ്. ഏതായാലും അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു താക്കീത് കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത്തെ ഈ സംഭവത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് കടയിലെയോ ആശുപത്രികളിലോ വേസ്റ്റ് കൊടുത്തു വിട്ടാൽ, അവരത് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയാൽ ആരാണോ കൊടുത്തു വിട്ടത് അവർ നടപടി നേരിടേണ്ടി വരും എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ സംഭവം മാറുകയാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുമ്പോൾ എന്തിന് അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് നൽകുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് പോരും. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ആൾക്കാർ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കടകളിൽ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞത് എല്ലാ ദിവസവും കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇത്തരത്തിൽ വേസ്റ്റുകൾ എടുക്കാറുണ്ട്, ശേഖരിക്കാറുണ്ട്, അവർ പോകാറുണ്ട്, എന്നും വരുന്നുണ്ട്, എന്നും ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിമിതിയായിട്ട് അവർ പറയുന്നത് ഈ പ്ലാസ്റ്റിക് അവർ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം അവർ ശേഖരിക്കുന്നില്ല എന്നൊരു പരാതി ചില കടക്കാരെങ്കിലും മലയാളി വാർത്തയോട് പങ്കുവച്ചിരിക്കുകയാണ്. അതൊരു പരിമിതിയായിട്ട് അവിടെ നിൽക്കവേ തന്നെ ആ ഒരു സൗകര്യം ഇരിക്കവേ എന്തുകൊണ്ട് ചിലർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല, എന്തിന് അനധികൃതമായി നൽകുന്നു എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഇനി അത്തരത്തിൽ അനധികൃതമായി നൽകുകയാണെങ്കിൽ, കോർപ്പറേഷന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്നതിന് ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉടനടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാവിലെ 4 മണിയോടെ ആക്രമണം ഉണ്ടാകുന്നു. ഫോർട്ട് ആശുപത്രിയിലെ ആ ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുന്നു. മേയർ എത്തുന്നു. ഉടനടി തന്നെ ഈ ഒരു കട, അതായത് അനധികൃത സംഘത്തിന് ആരാണോ ഈ ഒരു വേസ്റ്റ് നൽകിയത് അവർക്കെതിരെ ഉടനടി തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നഗരത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സജ്ജീകരണങ്ങളൊക്കെ അധികാരികളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ക്രമീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മാക്സിമം പറ്റാവുന്ന അത്രയും അധികാരികൾ സൗകര്യങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ എന്തിന് കുറുക്ക് വഴികൾ തേടുന്നു, വളഞ്ഞ വഴികളിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചതിനാണ് നിലവിലൊരു നടപടി ഇപ്പോൾ ഈ സ്ഥാപനം നേരിടേണ്ടി വന്നത് എന്നത് വ്യക്തമാണ്. ഇനി ഇത്തരത്തിൽ ഈ സംഘം ഇങ്ങനെ വേസ്റ്റ് ശേഖരിക്കുന്ന സംഘം അത് എവിടെ കൊണ്ടുപോകുന്നു, എങ്ങനെ അതിനെ സംസ്കരിക്കുന്നു, എവിടെ കൊണ്ട് കളയുന്നു എന്ന കാര്യത്തിലൊരു വ്യക്തത ഈ കടയിലെ അല്ലെങ്കിൽ ഈ വേസ്റ്റ് നൽകുന്നവർക്ക് ഒരു ബോധ്യം അതിനെക്കുറിച്ച് നൽകിയിരുന്നോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ചുറ്റുപാടുമുള്ള കടകൾക്കൊക്കെ അവരുടെ കടയിലെ വേസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൗകര്യം ഒരുക്കിയിരിക്കവേ മറ്റു മാർഗങ്ങൾ തേടിയാൽ തീർത്തും ഇതുപോലുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്നതിന് ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും അനധികൃത സംഘങ്ങൾക്ക് വേസ്റ്റ് നൽകുന്നവർക്ക് ഒരു വാർണിംഗ് ആയിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ രാവിലെയാണ് ഇന്നാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തിയിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ശക്തമായ നടപടി ഈ വിഷയത്തിന്മേൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മേയറും രാവിലെ ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് നഗരത്തിലുള്ള എല്ലാ കടകളിലുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള വ്യക്തികൾക്ക്, അധികാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കൂടിയാണ് ഈ സംഭവം മാറുന്നത്. അനധികൃത സംഘങ്ങൾക്ക് ഇത്തരത്തിൽ വേസ്റ്റ് നൽകി അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തക്കതായ ശിക്ഷ അല്ലെങ്കിൽ നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇന്നത്തെ സംഭവം മാറുകയാണ്. എന്തായാലും സുരേഷ് എന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘത്തിന്റെ ആക്രമണം ഏൽക്കേണ്ടി വന്നത്. രാവിലെ മലയാളി വാർത്ത അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊട്ടലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് നേരത്തെയും ഇതേ സംഘം ആക്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വേസ്റ്റ് തള്ളാനെത്തുന്നു, അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സംഭവം ആദ്യത്തെ സംഭവമല്ല എന്ന് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഇന്ന് രാവിലെ 4:30 മണിക്ക് അമേജൻ തോടിന്റെ മാലിന്യം കൊണ്ട് വേസ്റ്റ് ഇടുന്നതുമായുള്ള സ്ക്വാഡുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ. അപ്പൊ ആ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ അമേജൻ തോടിന്റെ അമേജൻ തോടിന്റെ ഭാഗങ്ങളിൽ നമ്മൾ സ്റ്റേ ആയിട്ട് നിൽക്കും, കാരണം ആരും അന്നവിടെ വേസ്റ്റ് അടിക്കാതിരിക്കും. അപ്പം അപ്പർ സൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 മണിക്കോ 10. അപ്പോഴേ ഇപ്പുറത്തോട്ട് വീണ്ടും വരുമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ ചാക്ക് കെട്ടുകൾക്ക് രാത്രി കാണുന്ന നമ്മൾ നോക്കാൻ പോകും, തൊട്ടടുത്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മളത് ഇപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും
അവർ നമ്മളെ കണ്ടതും പെട്ടെന്ന് വണ്ടി ഇടിച്ചു. വണ്ടി നമ്മൾ വന്ന് നിർത്തി, ബൈക്ക് നിർത്തി ഫ്രണ്ടിലായിട്ട് നിർത്തിയതും അപ്പോഴേ വണ്ടി ഇടിച്ചെടുത്തോണ്ട് പോയി. അപ്പൊ ആ ഇടിയിൽ ഞാൻ വന്ന് വീണു. കൈരതില് ഇവിടെ ഈ ഭാഗവും ഇടിച്ചു പോയിട്ടുണ്ട്. ആ ഉണ്ട്. എനിക്ക് ഇത് ആദ്യ സംഭവമാണ്. ഇതിന് സർക്കിളിലെ പലർക്കും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരുണ്ട്. നമ്മള് നഗരസഭയ്ക്ക് പലരെയും കേസെടുത്തിട്ടുമുണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് മുമ്പ് നേരത്തെ അറിയായിരുന്നു അങ്ങനെ. അത് മുമ്പ് വില അടിച്ചിട്ടുണ്ട്. ആരിന്റെ ഉണ്ടായിരുന്നു. മേയർ ഇങ്ങനെ ഒരു സ്റ്റാഫിനെതിരെ ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായതിന് തടയും, എന്നാൽ കേസുമായി മുന്നോട്ട് പോകും, ഇനി ഒരു ജീവനക്കാരെയും തൊടൂല എന്നുള്ള രീതിയിൽ വാക്ക് തന്നിട്ടുണ്ട്. അവര് രക്ഷപ്പെട്ടു പോകുന്ന ശ്രമം നടത്തിയത്. ആ ഓട്ടോയിൽ 2 പേരുണ്ടായിരുന്നു. അവര് ഓട്ടോയിൽ ഉണ്ടായിരുന്നു. നമ്മള് കണ്ടാണ് എത്തിയത്. നമ്മള് നോക്കി വന്ന് കണ്ടപ്പോഴാണ്, അവരെ കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയതാണ്. അങ്ങനെയാണ്. പോലീസ് അറിയില്ല, പരാതി മൊഴി എടുത്തിട്ട് പോയി. പോലീസ് എച്ച്ഐമാരും എച്ച്ഐമാരും മേയറും ഹെൽത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടു കേസാക്കണം. അതപ്പം നമുക്ക് കേസായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. സ്ഥിരം ജീവനക്കാർ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സർക്കിളിന്റെ കീഴിൽ നമ്മുടെ സർക്കിളിന്റെ കീഴിൽ തന്നെ 2 പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഫോർത്ത് സ്റ്റേഷനിൽ കേസും ആയിട്ടുണ്ട്. ശരിക്കും അവരുടെ പൈസക്ക് വേണ്ടി ചെയ്തത്, അല്ലാതെ വേണം സംസ്കരിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല. അതിനുള്ള എല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് അവരുടെ സ്വന്തം തൊഴിൽ പോലെ അവർ ചെയ്തതാണ്. വാഹനം വാഹനോട്ട് ചരിഞ്ഞ് വീണതാണ്. എന്റെ ദേഹത്തെ അമ്മര് തെറി പറഞ്ഞിട്ട് പോയത്. അവര് 40 ദിവസമാണ്, 35-40 വരുന്നു. ഡിപ്പാർട്ട്മെന്റ് തീരുമാനം അങ്ങനെയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇത് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ എന്താണ് ആമേഴഞ്ചാൻ തോട്ടില് മാലിന്യം കൊണ്ട് തള്ളണത് കണ്ട് അങ്ങനെ അവിടെ വണ്ടി ഏത് വണ്ടിയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പം വണ്ടി ഇവരെ ഇങ്ങോട്ട് ചീത്തയും വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. അങ്ങനെ ആ വണ്ടി ചേസ് ചെയ്ത് വന്ന് അവര് 2ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അവിടെ വന്ന് മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മൾ വണ്ടി കൊണ്ട് ചെന്ന് സംസാരിക്കാനുള്ള രീതിയിൽ വണ്ടി പിടിച്ചു നിർത്താനെന്നുള്ള രീതിയിൽ ചെന്നു. അതിനു മുമ്പേ വണ്ടി എറാന്ന് കൂടെ ഇരുന്ന ആള് പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ വണ്ടി സ്റ്റാർട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നമ്മളെ ഇടിച്ച് എറിയാൻ വേണ്ടി നേരെ വരെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുകയും ആ പുള്ളിക്കാരനെ ഇടിച്ചെറിയുകയും ചെയ്തു. ഇടിച്ചെറിഞ്ഞ് പുള്ളി ബൈക്കിന്റെ അടിയിലാവേ ബൈക്കിന്റെ ടയറിന്റെ മേളിൽ കൂടെ ആട്ടോ ഓടിച്ച് കയറി, ഇത് ഫുട്പാത്ത് വഴി ഈ വണ്ടിയുടെ പുറത്തും കൂടെ ആയിട്ട് കയറി അങ്ങ് പോയി. ഓട്ടോയിലാണ് വന്നത്. അവർ 2 പേര്, അല്ലാതെ 2 പേര് വന്നു. അതാരാണെന്ന് നമുക്ക് അറിഞ്ഞു. ഇത് ഈ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാരറിയാം. അത് അറിഞ്ഞില്ല. എവിടെയാണ് നമ്മൾ ഇതിനകത്തായിരുന്നു കാര്യങ്ങൾ. കൈ പൊട്ടലുണ്ട്. അതിനിപ്പോ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് കൂടെ പറഞ്ഞിരിക്കും. എന്നെ ഇതിനു മുമ്പേ അടിച്ചിട്ടുണ്ട്. ഈ ആൾക്കാർ എന്നെ എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതേപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്ന് ഇതേപോലെ ഇതേ കടയിൽ തന്നെ എടുത്തോണ്ട് നിൽക്കുക. നമ്മള് ഇതേപോലെ ചെന്നതും ഇതേപോലെ അന്ന് എന്നെ അടിച്ച്, അന്ന് ഞാൻ ആട്ട പിടിച്ച് നിർത്തി. ആട്ട എടുത്തോണ്ട് പോകാൻ വേണ്ടി ഒരു വെപ്രാളം കൂട്ടിയിട്ട് ഒരാൾ കറങ്ങി വന്ന് എന്റെ മണ്ടയിലടിച്ച്. അത് FIR ഇട്ട് അത് കേസ് കിടപ്പുണ്ട്. അത് പ്രശാന്ത് കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അന്നുണ്ടായിരുന്നത്, എന്നെ അടിച്ചത്. ഇപ്പൊ ഉണ്ടായിരുന്നത് സുരേഷ് എന്ന് പറയുന്ന ആളായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്.
വണ്ടി ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചത്. കൂടെ ഷമീർ എന്ന് പറയണതാണ്. അത് കേസ് അത് പിടിച്ച് അവരെ പെറ്റി എന്തോ അടപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു. ഇല്ല, അതിനുശേഷം അവർക്ക് ഒരു വൈരാഗ്യം ഉണ്ട് നമ്മളടുത്ത്. അതാണ് ഇന്ന് ഇങ്ങനെ ആയത്. അത് തന്നെ, അവരെ സ്ഥിരം കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഓടയിലും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അത് ഓവറായപ്പോഴാണ് നമ്മളെ നൈറ്റ് ഡേ. അല്ല, ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. രാമേഞ്ചൻ തോട് നമ്മളെ ഗണപതി അമ്പലം ഇല്ലേ, പഴവങ്ങാടി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശവും അല്ലാതെ ഇപ്പുറത്ത് ഐശ്വര്യ ഹോട്ടലിന്റെ വശവും ഇവരടിക്കും. അതില് ഇവര് എതിർവശം അടിച്ചാല് ഇത് ഒഴിവി വന്ന് നമ്മളവിടെയാണ് ഇതിന് തട വെച്ചിരിക്കുന്നത്. അവിടെ വന്ന് തങ്ങി നിൽക്കും. അപ്പം ഇത് മാറ്റേണ്ട ചുമതല നമുക്കാണ്. അപ്പൊ സാറന്മാരായാലും രാവിലെ നമ്മളടുത്ത് ചോദിക്കുള്ളൂ, നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് ഇല്ലായിരുന്നോ, നിങ്ങൾ ഉറങ്ങിയ, ഇത് എന്തുകൊണ്ട് വന്ന് എന്നുള്ള. അതുകൊണ്ട് നമ്മൾ അതിർത്തി അല്ലെങ്കിൽ പോലും അപ്പുറത്തെ ഏരിയയും കവർ ചെയ്താണ് നിൽക്കുന്നത്. ഈ പഴവങ്ങാടി അമ്പലത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 2 സ്ഥലവും കാണാം. അങ്ങനെയാണ് ഇവര് ചാക്ക് വലിച്ചെറിയണ കണ്ടാണ് ഇന്നലെ നമ്മള് വണ്ടി നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് അവർ വണ്ടി എടുത്ത് പോയി. അങ്ങനെ ആ വണ്ടി കറങ്ങി നോക്കുന്നതിന്റെ ഇടയിലാണ് 2ാമത്തെ സ്റ്റെപ്പ് ഇവര് കളക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ നിന്ന് നമ്മള് അല്ല വണ്ടി നിറയെ ആട്ട നിറയെ ചാക്കായിരിക്കും, മാലിന്യമായിരിക്കും. ആദ്യത്തെ അല്ല, ഒരു 10-20ഓളം ചാക്ക അവര് വെള്ളത്തിൽ എറിഞ്ഞ് ആ സൗണ്ട് കേട്ടാണ് ഞാൻ നടന്നു വന്ന് എന്റെ കാക്കി കണ്ടുകൊണ്ടാണ് അവര് ചീത്തയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തോണ്ട് പോയി. അതിനുശേഷമാണ് നമ്മൾ ആ ചേട്ടന്റെ വണ്ടിയിൽ ബൈക്കിൽ നമ്മൾ കറങ്ങി വന്നപ്പോഴാണ് ഇവിടെ നിൽക്കണവര്. ഇവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പോയതും ഇടിയിടാമെന്ന് പറഞ്ഞു, ബാക്കി ഇരുന്ന ആള് ഇടിയിടാമെന്ന് പറഞ്ഞ് വണ്ടി. ഇത് കറക്റ്റ് 4:30. ഇവര് അർദ്ധരാത്രിയാണ് ഇറങ്ങണത്. ഇവിടെ ഉണ്ട്, ഈ നമ്മളെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തുണ്ട്.